ഹായ് എവരിവൺ, നമ്മളിന്ന് പറയുന്നത് ഒരു ദരിദ്ര കുടുംബത്തിലെ കഥയാണ്. നാട്ടിൻപുറത്താണ്. അവിടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും മരുമകളുമാണ്. മകൻ ജോലി തേടി പട്ടണത്തിലേക്ക് പോവുകയാണ്. ഈ കുടുംബത്ത് വഴക്കൊഴിഞ്ഞിട്ട് ഒരു സമയം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ സ്ഥിരമായിട്ട് വഴക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയെ വിവാഹം കഴിച്ചതാണ്. ആ കുട്ടിക്ക് സൗന്ദര്യം കുറഞ്ഞു പോയി എന്നുള്ള കാരണത്താൽ അമ്മ സ്ഥിരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാര്യം വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും അവർക്കൊരു കുട്ടി പിറന്നില്ല. അപ്പൊ എല്ലാം കൂടെ ആ വീട് മുഴുവൻ പ്രശ്നത്തിന്റെ ഒരു വക്കിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ വാതിൽ തുറന്നു നോക്കുമ്പോൾ 3 വൃദ്ധരായ ആൾക്കാർ അവിടെ ഉമ്മറത്തിരിപ്പുണ്ട്. നല്ല ശുഭ്രവസ്ത്രധാരികളാണ്. നല്ല തൂവെള്ള താടിയും ഒക്കെ ആയിട്ട് നല്ല ചൈതന്യമുള്ള 3 പേര്. അങ്ങനെ അമ്മ അവരോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവർക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു കണ്ടീഷൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഇല്ല, ജോലി തേടി പോയതാ. എന്തായാലും കുഴപ്പമില്ല, അദ്ദേഹം വന്നിട്ട് കയറാമെന്ന് പറഞ്ഞു അവരോട് ഇരുന്നു. രാത്രിയായപ്പോൾ ഭർത്താവ് വീട്ടിൽ വന്നു. അങ്ങനെ വിവരം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ആളിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിൽ ആരാണ് വരേണ്ടതെന്ന് ഭർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു. ഒരാളുടെ പേര് പറഞ്ഞത്, ഞാൻ സ്നേഹമാണ്, ഞാൻ സമ്പത്താണ്, ഞാൻ വിജയമാണ്, ഞങ്ങളിൽ ആരാണ് വരേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അകത്ത് ചെന്ന് കൂടിയാലോചിച്ചു. അച്ഛൻ പറഞ്ഞു, സമ്പത്തിനെ വിളിക്കാം, നമുക്ക് സമ്പത്തിന്റെ ആവശ്യമുണ്ട്. അമ്മ പറഞ്ഞു, വേണ്ട, നമുക്ക് വിജയത്തിനെ വിളിക്കാം, എൻ്റെ മകന് ജോലിയൊന്നും ആയില്ല, വിജയത്തിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന മരുമകൾ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നമുക്ക് സ്നേഹത്തിനെ വിളിക്കാം, ഈ വീട്ടിൽ സ്നേഹമാണ് ഇല്ലാത്തത്, നമുക്ക് സ്നേഹത്തിനെ വിളിക്കാം, എല്ലാം ശരിയാവുന്നു. അങ്ങനെ അമ്മ ചെന്ന് സ്നേഹത്തിനെ വിളിച്ചു, അകത്തേക്ക് ക്ഷണിച്ചു. ഈ സ്നേഹത്തിനെ വിളിച്ചപ്പോൾ ഈ സ്നേഹത്തോടൊപ്പം വിജയവും സമ്പത്തും കൂടെ ഇങ്ങ് പോരും. അപ്പൊ അമ്മ ചോദിച്ചു, ഞാൻ സ്നേഹത്തിനെ മാത്രമല്ലേ വിളിച്ചുള്ളൂ? അപ്പൊ സ്നേഹം പറഞ്ഞു, ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഈ വിജയവും സമ്പത്തും വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല. മനസ്സിൽ താങ്ങാവുന്നതിലധികം പ്രശ്നങ്ങൾ കുത്തി നിറച്ചാൽ നിങ്ങളുടെ കാലിടറും, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പാളിപ്പോവും. നമ്മുടെ മനസ്സുകൾ സ്നേഹവും സമാധാനവും കൃതജ്ഞതയും കൊണ്ട് നിറയുന്നതാണ് നമ്മുടെ നാളുകൾ അങ്ങനെയായിരിക്കും.